പരിശുദ്ധമായ ഹറമിൽ വന്നിരുന്നു. നബി തങ്ങളുടെ മുമ്പിൽ ശിഷ്യന്മാരുണ്ട്. വളരെ ഭവ്യതയോടെ ആദരവോടെ റസൂലുള്ളാഹിന്റെ മുമ്പിലിരുന്ന ചേരമാൻ പെരുമാളിനോട് അള്ളാഹിന്റെ ഹബീബിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ ചേരമാൻ പെരുമാളിനെ അത്ഭുതം. നബി തങ്ങൾ എപ്പോഴും അവിടത്തേക്ക് ഹദിയ തന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഭക്ഷിക്കുന്നതിന് മുമ്പ് തൊട്ടടുത്തുള്ള ആളുകൾക്ക് അവിടുത്തെ ആ വശ്യമായ പെരുമാറ്റം അദ്ദേഹത്തെ അടാതെ ആകർഷിച്ചു. ചേരമാൻ പെരുമാളിനോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. നിങ്ങൾ മലബാറുകാരനല്ലേ എന്ന് പോലും സഹാബത്ത് പലരും നബിയുടെ മുമ്പിലുള്ള സഹാബത്ത് ചോദിച്ചു, നബി ഇയാളാരാണ്? ഇയാൾ ഇറാൻകാരനാണോ ഈജിപ്തുകാരനാണോ? റസൂലുള്ളാഹി അവരോട് പിന്നൊരു ചോദ്യം അങ്ങോട്ട് ഇട്ടു, ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? മാതിരി യാ റസൂലല്ലാഹ്, അല്ലാഹു അഅലം യാ റസൂലല്ലാഹ്. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു, മിൻ മലൈബാർ മിൻ ഹിന്ദ്, മലബാറിലെ ഇന്ത്യയിലെ മിൻ മലൈബാർ, മലബാറിലുള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ ചേരമാൻ പെരുമാൾ മുൻകൂട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. എവിടുത്തെ നാടാണ്, ഇന്ത്യയാണോ മലബാറാണോ ഒന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ വിവരണം കേട്ട ചേരമാൻ പെരുമാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്. നബി തങ്ങൾ അദ്ദേഹത്തിന് പേര് വിളിച്ചു താജുദ്ദീൻ. ആ പേര് സ്വീകരിച്ച മഹാനായ താജുദ്ദീൻ ചക്രവർത്തിയാണ്. ഒമാനിലെ സലാല എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു ലിഫാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഒമാനിൽ. അവിടെയാണ് താജുദ്ദീൻ എന്ന് പറയുന്ന പേരുള്ള ചേരമാൻ പെരുമാൾ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ഖബർ അവിടെയാണ്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്രിസ്താബ്ദം 571 തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയത്ത് ആമിന ബീബി റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പ്രസവിച്ച വീടാണ് ഈ കാണുന്നത്. ആദരവായ റസൂലുള്ളാഹിന്റെ വീട് എന്ന് പറയുന്ന ബൈത്തുൽ മുസ്തഫയാണ് നമ്മൾ ആ കാണുന്നത്. പക്ഷേ ഈ വീടിന് 100 ചില്ലാനം പഴക്കമേ ഉള്ളൂ. റസൂലുള്ളാഹി പിറന്ന് വീണ സ്ഥലത്ത് പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയ കെട്ടിടമാണ്. എന്നാൽ യഥാർത്ഥ വീട് 1300 വർഷക്കാലം ഒരു കേടുപാടുകളുമില്ലാതെ നിലനിന്നു. പിന്നീട് മാറി വന്ന ഭരണകർത്താക്കൾ എന്ത് ചെയ്തു? അവിടെ പോയിട്ട് മൗലൂദ് ഓതുന്നതും അവിടെ പോയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ അത് ശിർക്കാണ് എന്ന വിഷയത്തിൽ ചാപ്പ കുത്തി. അങ്ങനത്തെ പ്രവർത്തനമൊന്നും ഇവിടെ പാടില്ല എന്ന് പറഞ്ഞ് ഭൂമിയിൽ നിന്ന് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ വീട് തുടച്ച് ജഅലഹ സൂഖുൽ ബഹായിം. പിന്നെ കുറേ കാലം ഈ സ്ഥലം കന്നുകാലികൾ മേഞ്ഞു നടക്കുന്ന സ്ഥലം. നോക്കണം നിങ്ങൾ, മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം ഇന്നുമുണ്ട്, പോർബന്ദർ അല്ലേ, ഗുജറാത്തിൽ. പിന്നെ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത് എവിടെ? ബൈത്തുൽ ലഹം. ഖുർആൻ പറഞ്ഞ ബൈത്തുൽ ലഹം അതും ഇന്നുണ്ട്. ഒരു സ്മാരകമുണ്ട്, അവിടെ ക്രിസ്ത്യാനികൾ പോകുന്നുണ്ട്. അപ്പൊ യേശു ക്രിസ്തു ജനിച്ചത് എവിടെയെന്ന് കൃത്യമായ അഡ്രസ്സ് പറയാൻ എത്ര ആളുകൾ? കമ്മ്യൂണിസം. ആരാ കമ്മ്യൂണിസം ഉണ്ടാക്കിയത്? കമ്മ്യൂണിസം ഉണ്ടാക്കിയത് ലെനിനും കാറൽ മാർക്സും. ലെനിൻ, കാറൽ മാർക്സ്, എംഗൽസ് ഇവരാണ് കമ്മ്യൂണിസത്തിന്റെ ആചാര്യന്മാർ. ആ നേതാക്കന്മാരെ പോലും വീട് ഇന്നും അവർ സൂക്ഷിക്കുന്നുണ്ട്. കാരണം ഇത് ലെനിൻ ജനിച്ച വീടാണ്, ഇത് കാറൽ മാർക്സ് ജനിച്ച വീടാണ്, ഇത് ഞങ്ങളുടെ നേതാവിൻ്റെ വീടാണെന്ന് പറയാൻ. എന്നാൽ സയ്യിദുനാ റസൂലുള്ളാഹി ഞങ്ങൾ എവിടെ ജനിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മക്കത്ത് എന്ന് പറയും. മക്കത്ത് എവിടെ? അങ്ങനെ ഒരു വീട് കാണാനുണ്ടോ എന്ന് യുക്തിവാദികൾ ചോദിച്ചാൽ എവിടെ കാണിച്ചു കൊടുക്കാൻ കഴിയും? അപ്പം കൂടുതൽ വിശദീകരിക്കാൻ പറ്റില്ല. അങ്ങനെ തകർക്കപ്പെട്ടു എന്നാണ് പറയാം. അങ്ങനെ തകർക്കപ്പെട്ട കൂട്ടത്തിൽ ഒരുപാടുണ്ട്, ഒരുപാട് ആസാറുകളുണ്ട്. ആ ആസാറുകളിൽപ്പെട്ടതാണ് ബൈത്തുൽ മുസ്തഫ ഹബീബ റസൂലുള്ളാഹിന്റെ ഈ വീട്. 1300 വർഷക്കാലം റസൂലുള്ള മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ അള്ളാഹിന്റെ റസൂൽ എന്ത് പറഞ്ഞു? അഖീലിന് കൊടുക്കാം. അതും കച്ചവടമല്ല, വിൽപ്പനയല്ല. പിന്നെ അഖീൽ ബിൻ അബി താലിബ് റസൂലുള്ളാഹിന്റെ സഹോദരനാണ്. അഖീലിന് ദാനമായി കൊടുക്കാം. കാരണം പിന്നീട് മക്കത്തേക്ക് വരുന്ന സമയത്ത് എനിക്കൊന്ന് കയറി കടക്കാൻ എൻ്റെ വീടുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് അഖീലിന് ദാനമായി കൊടുത്തു സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ട് പോലും വിൽപ്പന നടത്തി. പിന്നീട് ഈ വീട് അഖീൽ ബിൻ അബി താലിബ് പാരമ്പര്യമായി ഇങ്ങനെ കൈമാറി. പിന്നീട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ ഉമ്മ ഹസീറാൻ, എന്താ പേര്? ഹസീറാൻ എന്ന് പറയുന്ന ഉമ്മ അത് വിലക്ക് വാങ്ങി
ആ ഉമ്മ വന്നത് ഹജ്ജിന് വന്നത് വലിയ ചാക്കുമായിട്ടാണ്, പണച്ചാക്കുമായിട്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വീട് വിലക്കാട് വാങ്ങിച്ച് അതിൻ്റെ അടുത്ത് ചെറിയൊരു പള്ളി ഉണ്ടാക്കി. ഇതിൻ്റെ തൊട്ടടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ കയറി നിസ്കരിക്കും. ബൈത്തുൽ മുസ്തഫയിൽ കയറി അന്നത്തെ വിശ്വാസികൾ മൗലൂദോതും. ഇമാം നവവിയെ പോലെ ലോകത്ത് കഴിഞ്ഞു പോയ ഒരുപാട് മഹാന്മാർ ഇവിടെ വന്ന് അന്നത്തെ കാലത്ത് റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ കയറി തബറുക്ക് ബർക്കത്തെടുത്തത് രേഖയിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ കഴിഞ്ഞ വീട് ഇപ്പോൾ ഇന്ന് എന്തില്ല, ആ തനിമയും പഴമയും കാണും. പിന്നീട് ഇവിടെ ജീവിച്ച ഒരു അഹ്ലുസുന്നയുടെ ഒരു നല്ലൊരു മനുഷ്യൻ, ഒരു മേയർ, മക്കയിലുള്ള മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മേയർ, അയാൾ പണം മുടക്കി ഈ സ്ഥലം വാങ്ങി അയാൾ ഉണ്ടാക്കിയ കെട്ടിടമാണ്. റസൂലുള്ളാഹിൻ്റെ വീട് എന്തായി പോകാൻ പാടില്ല, അന്വാധീനപ്പെടാൻ, ആരും അറിയപ്പെടാതെ പോവാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം ഒരു കെട്ടിടം നിർമ്മിച്ചിട്ട് അതിൽ ലൈബ്രറി സ്ഥാപിച്ചു. അതാണ് ഇന്നാ കാണുന്നത്. എന്താ വായിക്കുക? മക്തബത്തു വായിക്കി, മക്തബത്തു മക്കത്തുൽ. ആദരവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആരാണ്? ആ ഉമ്മ ആമിന ബീവി. ആരാണ് ഉപ്പ? വാപ്പയില്ലാതെ ജനിച്ച സയ്യിദുനാ റസൂലുള്ളാഹി യതീമാണ് അല്ലേ? ഉമ്മ ഗർഭം ധരിച്ച് നിൽക്കുന്ന സമയത്താണ് വാപ്പ അബ്ദുള്ള എന്താണത് കച്ചവടത്തിന്. അബൂ താലിബാര, അബ്ദുൽ മുത്തലിബാര റസൂലുള്ളാഹിന്റെ വെല്ലിപ്പ. അബ്ദുൽ മുത്തലിബിന് 10 മക്കളാണ്, 10 മക്കൾ. ആ 10 മക്കളിൽ മൂത്ത മകനാണ് ആര്? അബ്ദുള്ള. ഈ അബ്ദുള്ള റളിയല്ലാഹു അൻഹു അഥവാ റസൂലുള്ളാഹിന്റെ ഉപ്പക്കാണ് ഈ അനന്തരമായി ലഭിച്ച സ്ഥലവും വീടുമാണ്. റസൂലുള്ളാഹി ജനിച്ചത് എവിടെയാണ്? അബ്ദുള്ളാന്റെ വീട്ടിലാണ്. അബ്ദുള്ളാന്റെ വീട് ഏതാണ്? വല്ലിപ്പ അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹിന്റെ ഗ്രാൻഡ് ഫാദർ. അവര് അനന്തരമായി കൊടുത്ത സ്ഥലത്താണ് റസൂലുള്ളാഹിനെ പ്രസവിച്ച കേട്ടോ. അപ്പൊ അവിടെയുള്ള ഈ സ്ഥലത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കണം. അള്ളാഹു നമ്മളെ പാപങ്ങളൊക്കെ പുറത്തു തരണം. ഇനി ഇവിടെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ, ഇത് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വീടാണ്. വീട് നിൽക്കുന്ന സ്ഥലമാണ്. വീടൊക്കെ പല രീതിയിലായിട്ട് ആളുകൾ പൊളിച്ചു മാറ്റപ്പെട്ടു. അതിനുശേഷം അവിടെ ഇപ്പോൾ നിലവിൽ ഒരു ലൈബ്രറിയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന് മുമ്പിലാണിപ്പോൾ ഞാനുള്ളത്. ഇൻഷാ അല്ലാഹ് 1909 നിർമ്മിച്ചതാണ് എന്നാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ആദ്യം ഇവിടെ നല്ലൊരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പല ആളുകളും, മുനാഫിക്കങ്ങളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒക്കെ, അവർക്കിത് വന്ന് പ്രവാചകൻ്റെ വീട്ടിൽ എല്ലാവരും സന്ദർശിക്കും, അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥന നടത്തുകയൊക്കെ ചെയ്യുന്നത് ഇഷ്ടമല്ലാതെ വന്നപ്പോൾ പൊളിച്ച് മാറ്റപ്പെട്ടു. അങ്ങനെയാണ് ഇപ്പോൾ അതൊരു ലൈബ്രറി ആയിട്ട് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. റമദാനെ സംബന്ധിച്ചിടത്തോളം തന്നെ പണ്ട് റമദാനൊക്കെ എന്ന് പറഞ്ഞാൽ നബിയൊക്കെ ജീവിച്ച കാലത്ത് റമദാന് ഇന്നത്തെ സാഹചര്യ കാലാവസ്ഥ അല്ല. നല്ല വെയിലാണെങ്കിൽ നല്ല കഠിനമായ ചൂട്, മരുഭൂമി, ഇത്ര സൗകര്യമൊന്നുമില്ല. ഇന്ന് സൗദി അറേബ്യ ഖിയാമത്ത് നാളിലേക്ക്, ലോകം ഖിയാമത്ത് നാളിലേക്ക് പോയി എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് സൗദിയിൽ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്. അറേബ്യൻ കൺട്രീസ് മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമ്മളെ മുമ്പിലുണ്ട്. ലാ തഖൂമു സാഅ ഹത്താ തഊദ അർദുൽ അറബി മറൂഹൻ വൻഹാർ. അറേബ്യൻ ഭൂഖണ്ഡം, അറേബ്യൻ രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിൽ എന്ത് കാണും? പച്ചപ്പ് കാണും. സയ്യിദുനാ റസൂലുള്ളാഹി അവിടെ മറൂഹ് ഉണ്ടാവും, എന്നാൽ പൂങ്കാവനം. അതുപോലെ തന്നെ അൻഹാറുകൾ, ചെറിയ ചെറിയ പുഴ, അതുപോലെ തന്നെ വെള്ളത്തടാകങ്ങൾ, തോട്, പുഴ ഒന്നും കാണാത്ത സ്ഥലത്ത് മരുഭൂമി, കൊട്ടൻ മരുഭൂമിയിൽ എന്ത് കാണും? വെള്ളം ഇങ്ങനെ ഒഴുകുന്ന വാട്ടർ പ്ലാന്റേഷനും കാണും. ഇന്നിപ്പോൾ ത്വായിഫിലൊക്കെ യാത്ര ചെയ്താൽ വലിയ ഭീമാകാരമായ ജലസംഭരണികൾ, ഡാം, എല്ലാ സംവിധാനവും. ഇവിടെ കൃത്രിമമായ മഴ, വെള്ളം ഒക്കെ കിട്ടും. പിന്നെ ഒരു സ്ഥലത്തും പുല്ല് മുളക്കാത്തവർക്കൊക്കെ ലേശിച്ച പുല്ല്, മലകളൊക്കെ അത് ഉണങ്ങി കിടന്ന സ്ഥലം കുറഞ്ഞ പച്ചപ്പ്. അത് നമ്മൾ യാത്രയിലുടനീളം കാണാം. അതാണ് റസൂലുള്ളാഹി പറഞ്ഞതിൻ്റെ സാമ്പിൾ. മിൻ അശ്റാത്തി സാഅ, അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളത്തിൽ
ഹറമിലെ കാബയേക്കാൾ, ഹറമിലെ പള്ളിയേക്കാൾ വലിയ കെട്ടിടങ്ങൾ ഹറമിൽ ഉയരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഈ പുണ്യമാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞതാണ്. നോക്കൂ നിങ്ങൾ, ആ കെട്ടിടം ഏതാ? അതിന്റെ പേരെന്താ? ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവർ. അത് നിങ്ങൾ കണ്ടിരുന്നു? ഇവിടുന്നല്ല കണ്ടത്. ജിദ്ദയിൽ നിന്ന് സുമൈസ് റോട്ടിലൂടെ വരുമ്പോൾ ഏകദേശം 30 കിലോമീറ്റർ 50 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴേക്കും ഈ സാധനം കാണുമ്പോൾ മനസ്സിലാക്കുക എന്ത്, നമ്മൾ മക്കത്തെത്താൻ ആയിട്ടുണ്ട്. അപ്പം മക്കയെ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ബന്ധിപ്പിക്കുന്ന ഒരു ടവറാണ് അൽ ബുർജ് ക്ലോക്ക് ടവർ. ഇത് മുഴുവൻ നോക്കി നിങ്ങൾ, ലോകാത്ഭുതങ്ങളിൽ പോലും ഇതിന് എണ്ണിയിട്ടുണ്ട്. അവിടെ ഉണ്ടെങ്കിൽ ഒരു സാഹത്ത് ഒരു സൂചി ഉണ്ടല്ലേ, ക്ലോക്ക്. ആ സൂചിൻ്റെ റിപ്പയറിങ്ങിന് ഒരാൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റിപ്പയർ, ആ സൂചി റിപ്പയർ ചെയ്യാൻ ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ പണ്ട് അതിൻ്റെ മുകളിൽ വരെ കയറാമായിരുന്നു. ആ മുകളിൽ 10ാം നിലയിൽ പെണ്ണുങ്ങൾക്കും 9ാം നിലയിൽ ആണുങ്ങൾക്കും നിസ്കരിക്കാൻ സൗകര്യം. അത് നമുക്ക് ഒരു ദിവസം ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ അതിൻ്റെ മുകൾക്കൊന്ന് കയറണം. കയറിയിട്ട് ഹറമിലെ അതിൻ്റെ മുകളിൽ നിന്ന് ഹറമിൻ്റെ കാഴ്ചകൾ കാണാം. നല്ല വ്യൂ ആയിരിക്കും. ആ നിസ്കരിക്കാൻ പോയടത്തുനിന്ന് നിസ്കാരം കിട്ടും, പിന്നെന്ത് കിട്ടും? ഹറമിൻ്റെ പുറത്തെ കാഴ്ചയും. ആ മെഷീൻ കോണിയിലൂടെ കയറാൻ പഠിച്ചവരൊക്കെ പോകണം. ഉസ്താദ് പഠിപ്പിച്ചത് മറ്റേ കോണിയിലൂടെ ഇറങ്ങാൻ. എക്സലേറ്ററിലൂടെ കയറി പഠിച്ചവർക്കൊക്കെ എന്താക്കാം, അങ്ങോട്ട് പോരാ. ഏത് കിട്ടൂല? സ്റ്റെപ്പ് കിട്ടൂല. എന്തേ ഉണ്ടാവുള്ളൂ? ലിഫ്റ്റും. അതൊരു ദിവസം നമുക്ക് പോകാം. ഏതൊരു ദിവസം നമുക്ക് നിശ്ചയിച്ചിട്ട് കയറാനേ ഉള്ളൂ. ചെറിയ കുള്ളാസുകൾ വന്നുകൊണ്ട് കാബാലയപ്പൂത്തിനെ പൊളിക്കുമെന്ന് സയ്യിദുനാ റസൂൽ. അത് തുർക്കിയിലേക്ക് പോലും മടങ്ങുന്നുണ്ട് എന്നാണ്. ഇവിടുത്തെ കണക്ക് പ്രകാരം ഹറമിൻ്റെ വികസനങ്ങൾ, ഹറമിൻ്റെ വർക്കുകൾ നിലക്കാൻ പാടില്ല. അതിങ്ങനെ നടന്നുകൊണ്ടേ അനുസ്യൂതം തുടരണം. അല്ലെങ്കിൽ മുമ്പ് ഇവിടെ ഭരിച്ചിരുന്നത് തുർക്കികളായിരുന്നു. തുർക്കികൾക്ക് ഇന്നും ഇവിടെ ഒരു പിടുത്തമുണ്ട്. ഹറമിൻ്റെ ഓരോ വർഷത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം തുർക്കിയിലേക്ക് പോകുന്നു. ഇനി ഹറമിൻ്റെ വികസനം എന്ന് നിർത്തിവെക്കുന്നുവോ അന്ന് തുർക്കികൾ ഇരച്ചു കയറുമില്ല. അപ്പോൾ കാബ പൊളിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അതിലേക്കുമുള്ള സൂചനകൾ നമ്മൾ എല്ലാ ഭാഗത്തും കാണുകയാണ്. ഹറമിൻ്റെ പരിസരത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ മുമ്പ് അടക്കപ്പെട്ടതായിരുന്നു. ടൂറിസ്റ്റ് പ്ലേസ് പറഞ്ഞാൽ ജബലുന്നൂർ, ജബലു സൗർ, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ മുമ്പ് എന്തായിരുന്നില്ല, വല്ലാതെ തുറന്നു കൊടുത്തു. ഇന്നത്തെ ഗവൺമെൻറ് അങ്ങനത്തെ കുറേ ഗുണങ്ങൾ ചെയ്യുന്നു. ഓല ടൂറിസമാണ് അവരുടെ ലക്ഷ്യം. ടൂറിസമാണ്, വികസനമാണ്, പൈസയാണ്. പക്ഷേ ചരിത്ര സ്മാരകങ്ങൾ ഹയാത്താക്കിക്കൊണ്ടിരിക്കും. അതിൽപ്പെട്ടതാണ് ജബലുന്നൂർ. ജബലുന്നൂർ കയറാൻ പണ്ട് ഇന്നലെ സിറാജ് ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഒരുപാട് തവണ പാകിസ്ഥാൻ ഗല്ലി പോലെയുള്ള ഗല്ലിയിലൂടെ ചെറിയ ചെറിയ മറച്ചു കെട്ടിയതായ പീഡിയകളുള്ള അതിലൂടെ ഇങ്ങനെ പോയാൽ ഇങ്ങനെ സ്റ്റെപ്പ് കാണും. പാകിസ്ഥാനികൾ ഉണ്ടാക്കിയ സ്റ്റെപ്പാണ്. അല്ലാതെ റസൂലുള്ളാഹിന്റെ കാലത്ത് എന്തില്ല. മഹദിയാകുന്ന ബീവി ഖദീജ ഉമ്മ ഇവിടുത്തെ ഈ വീട്ടിൽ നിന്ന്, ഇവിടെയാണ് ഖദീജ ഉമ്മൻ്റെ വീട് കേട്ടോ, ഈ വീട്ടിൽ നിന്ന് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ജബലുന്നൂറിൽ ഇരിക്കുമ്പോൾ അവിടത്തേക്ക് ഭക്ഷണവുമായി 3 തവണ കയറിയ ഉമ്മയാണ് ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജ. അവരെ കൂടെ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കയറിയ ജബലുന്നൂർ ഇന്ന് ഏകദേശം ഒരു 6 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ അതിലൂടെയാണ് കയറുന്നത്. ഒരു റോഡായി മാറി. അതിൻ്റെ ഫ്രണ്ടേജ് നല്ല മ്യൂസിയം, നല്ല പള്ളി, അവിടെ നല്ല വിശ്രമിക്കാൻ പറ്റുന്ന നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മാളുകൾ ഒക്കെ. ഇപ്പോഴത്തെ ജബലുന്നൂറിൻ്റെ കഥയെ പറയും. അവിടെ സൗറ് മലയിൽ വികസനം വരികയാണ്. അവിടെ റോപ്പ് വേ അതിനിപ്പോൾ കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മലമ്പുഴ ഡാമിലൊക്കെ പോയാൽ കാണുന്ന ആ സാധനങ്ങൾ പടി കെട്ടി തൂക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ വന്ന് ഇനി നോക്കൂ, ഈ കുന്ന് നോക്കൂ. ഇതിൻ്റെ അപ്പുറം ഈ സൈഡുകൾക്ക് ഇതിൻ്റെ നേരെ അപ്പുറത്ത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മലയുണ്ട്. അതിൻ്റെ പേരാണ് ജബലുൽ കഅബ. എന്താണ് ജബലുൽ കഅബ എന്ന് പറഞ്ഞാൽ കാബ ഉണ്ടാക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും എന്താക്കിയിട്ടുണ്ട്, കല്ലുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആരാ ഈ കാബ ഉണ്ടാക്കിയത്? ആദ്യം കാബ ഉണ്ടാക്കിയത് ആരാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആരാണ് ആദ്യം ആദ്യം മലക്കുകൾ ആരാണ് പറഞ്ഞത്? മലക്കുകളാണ് എന്തുണ്ടാക്കിയത്? പിന്നെ ആദം നബി, പിന്നെ സീസി നബി, പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് തകർന്നുപോയ കാബാലയത്തെ വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആരാണ് ആ പിന്നെ കവായിദ്, ആ ഫൗണ്ടേഷൻ ഭൂമിയിൽ നിന്നിട്ട്
പൊക്കിക്കൊണ്ടുവന്നത് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. പിന്നെ റസൂലുള്ളാഹിന്റെ കുടുംബം ഖുറൈശികൾക്ക് പോലും കഅബ പുനർനിർമ്മാണത്തിൽ പങ്കുണ്ടായി. 10ഓളം ആളുകൾ മാറി മാറി പരിശുദ്ധ കഅബയെ പുനഃസ്ഥാപിച്ചു. അപ്പോൾ ഈ കഅബ ഉണ്ടാക്കാൻ തൂർ പർവ്വതത്തിൽ നിന്ന് കല്ലെടുത്തിട്ടുണ്ട്, ഇവിടെ നിന്ന് കല്ലെടുത്തിട്ടുണ്ട്, ജബലുൽ നൂറിൽ നിന്ന് കല്ലെടുത്തിട്ടുണ്ട്. കൂടുതലും കല്ലെടുത്തത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് ജബലുൽ കഅബ എന്നാണ് അതിൻ്റെ. അള്ളാഹു എല്ലാ സ്ഥലം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പ്രഥമ പത്നിയാകുന്ന ഖദീജ ഉമ്മയുടെ പിതാവ്, ആ പിതാവിൻ്റെ സ്ഥലം ഖുബൈലിദ് മക്കയിലെ ആരാണ്? വലിയ കോടീശ്വരനായിരുന്നു, വലിയ പ്രമുഖനായിരുന്നു, പൗരപ്രമുഖൻ അല്ലേ? ആ ഖുബൈലിദിന്റെ മകളാണ് പർമാൻഷിയായ ബഹുമാനപ്പെട്ട മഹദി ഖദീജ. വലിയ സമ്പന്നയായിരുന്നു, കോടീശ്വരിയായിരുന്നു. അവർക്ക് വലിയ കച്ചവടത്തിന്റെ ഗോഡൗൺ ഉണ്ടായിരുന്നു. ഈ ഗോഡൗണിലെ കച്ചവടക്കാരനായിരുന്നു, അവിടുത്തെ തൊഴിലാളിയായിരുന്നു കുട്ടിക്കാലത്ത് സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം റസൂലുള്ളാഹിന്റെ കുടുംബം ദരിദ്രമാണ്, പട്ടിണി കടന്നിട്ട് ഒരുപാട് കാലം ഈ മലയുടെ തായ് പോകത്തതായി ഭാരത് ഷാബ് അബി താലിബിൻ നബിയുടെ കുടുംബം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വാപ്പല്ല ഉമ്മയും പോയി. ഇനിയിപ്പോൾ ആരാ ഉള്ളത് നോക്കാൻ? അവിടുത്തെ പുതുർബിയൻ എളാപ്പ ആര്? അബൂ താലിബ് കൊണ്ടു കിടക്കുക. 11ാമത്തെ വയസ്സിൽ ഇവിടെ വന്നു. ഖദീജ ബീവിൻ്റെ പണിക്കാരനായി കുടുംബം പോറ്റാൻ വേണ്ടി സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുത്തെ കൊണ്ടുപോയി കഴിഞ്ഞതോടുകൂടിയാണ് ഖദീജ ബീവി വിവരമറിഞ്ഞത്. അതുവരെ കച്ചവടത്തിന് കിട്ടാത്ത ലാഭം ഈ പൊന്നുമോനെ കൊണ്ടുപോയപ്പോൾ യാത്രയിലുടനീളം അത്ഭുതങ്ങൾ അല്ലേ? ഒരു മരച്ചുവട്ടിൽ ഇരിക്കുന്ന സന്യാസി പോലും പറഞ്ഞു, ഇത് നസ്തുറ എന്ന് പറയുന്ന പുരോഹിതൻ പോലും പറഞ്ഞു, ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് ഒരു നബിയല്ലാതെ മറ്റാരും. അന്ന് റസൂലുള്ളാഹിന്റെ ആ റിസാലത്തിന്റെ പദവി കണ്ടു മനസ്സിലാക്കിയ ആളാണ് ഈ പുരോഹിതൻ. ആ യാത്രയിൽ നബിയോടൊപ്പം പറഞ്ഞയച്ചിരുന്ന അടിമയായ മൈസറത്ത് പറഞ്ഞത് എന്താ? മേഘം തണലിട്ടുകൊണ്ടിരിക്കും അല്ലേ? റസൂലുള്ള കടന്നു പോകുന്ന വഴികളിലൊക്കെ. അങ്ങനെയുള്ള റസൂലുള്ളാഹി ഖദീജ ബീവിനെ കല്യാണം കഴിച്ചത് എപ്പോഴാ? എത്രാമത്തെ വയസ്സിലാ? നബി തങ്ങൾക്ക് 25, ഖദീജ ബീവിക്ക് എത്ര? 40 വയസ്സ്. 40 വയസ്സായ മറ്റു വിവാഹങ്ങളിൽ ഏർപ്പെട്ട വിധവയായ അല്ലേ ഖദീജ ബീവിനെ മറ്റു പലരും കല്യാണം കഴിച്ചിരുന്നു. അങ്ങനെ റസൂൽ കല്യാണം കഴിക്കുമ്പോൾ അവർ വിധവയാണ്. നബിയെക്കുറിച്ച് പലരും പറയാറുണ്ട് പെണ്ണിൻ്റെ ആളാണ്, 10-13 പെണ്ണ് കെട്ടിയിട്ടുണ്ടെന്ന് ആരോപിക്കാറുണ്ട്. റസൂലുള്ളാഹിന്റെ പ്രഥമ പത്നി ആരാണെന്ന് അവർ പഠിക്കണം. 40 വയസ്സുള്ള ഖദീജ ബീവിയാണ് റസൂലുള്ള ആദ്യം കല്യാണം കഴിച്ചത്. എന്നാൽ റസൂലുള്ളാഹിക്ക് എന്തേ ഒരു കന്യകയായ പ്രായം കുറഞ്ഞ ഒരു ശൈശവ വിവാഹത്തിന് ഒരുങ്ങിക്കൂടായിരുന്നു? അത്രയും സുമുഖനും ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ താപവുമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനാണ് 40 വയസ്സുള്ള ഖദീജ ബീവിനെ. അപ്പോൾ റസൂലുള്ളാഹിന്റെ ലക്ഷ്യം അതായിരുന്നില്ല എന്ന് ആ വിവാഹം തന്നെ പറഞ്ഞ് ശേഷം സൗദാ ബീവി, ആയിഷ ബീവി, മൈമൂന ബീവിയൊക്കെ കടന്നു വന്നത് പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ ആയിരുന്നു. ആയിഷ ബീവിനെ കല്യാണം കഴിക്കുന്ന 6ാമത്തെ വയസ്സിലാണ്. എന്താ കുഴപ്പം? അന്ന് മക്കയിലൊരു സംഭവമില്ല, അങ്ങനത്തെ വിഷയമല്ല. അറബികൾക്കിടയിൽ പോലും ചെറിയ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന കാലമുണ്ട്. അന്ന് അത് ചർച്ചയായിരുന്നില്ല. എന്നാലും റസൂലുള്ളാഹിനെ കുറിച്ച് ആരോപിക്കാൻ യാതൊരു മാർഗവുമില്ല. ശൈശവ വിവാഹം എന്തുകൊണ്ട്? അള്ളാഹിൻ്റെ റസൂല് ഖദീജ ബീവിയെ ആയിഷ ബീവിയെ ഖദീജ ബീവി വഫാത്തായ ഘട്ടത്തിൽ റസൂലുള്ള പിന്നൊരു കല്യാണത്തിന് പോലും ചിന്തിച്ചു. പിന്നെ ആരാണ് ഈ കല്യാണമൊക്കെ ഉണ്ടാക്കിയത്? അല്ലാഹു തആലാന്റെ തീരുമാനം. 300 പുരുഷന്മാരെ ശേഷിയുള്ള ആളാണ്, ലോകത്തെ ഏറ്റവും വലിയ നേതാവാണ്. അങ്ങനത്തെ നിങ്ങൾക്ക് നബിയെ ഒരു കല്യാണം, ഒരു ഭാര്യയില്ലാതെ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ കല്യാണത്തിന് തയ്യാറാവും. അപ്പോഴേക്ക് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സൂറത്ത് അയച്ചു വരികയാണ്. ആരെ ഫോട്ടോ? ആയിഷ ബീവി. ആയിഷ ബീവി ആരാ? റസൂലുള്ളാഹിനെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച സിദ്ദീഖ് തങ്ങളുടെ മോളാണ്. ആര്? ആയിഷത്തു സിദ്ദീഖ എന്നാ പറയാ. ആയിഷത്തു സിദ്ദീഖ അല്ലേ? ആ ആയിഷ ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിക്കുന്നത് 6ാമത്തെ വയസ്സിലാണ്. ജിബ്രീൽ ഇത് കാണിച്ചു കൊടുത്തത്. പക്ഷെ അപ്പോൾ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ടൊന്നുമില്ല. ഇവർക്ക് പറയാൻ എതിരാളികളെ മുനയൊടിക്കാൻ അത് മതി. ഒരു പെണ്ണിന് പ്രായപൂർത്തിയാകുന്ന സമയം എപ്പോഴാണ്? 9ാമത്തെ വയസ്സ്. ഋതുമതിയാകുന്ന ഹൈദുണ്ടാകുന്ന സമയം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 6ാമത്തെ വയസ്സിൽ പറഞ്ഞു വെച്ച 6ാമത്തെ വയസ്സിൽ നിശ്ചയം. കല്യാണമാണോ? നിശ്ചയത്തോടുകൂടി കല്യാണമായോ? 9ാമത്തെ വയസ്സിൽ നിക്കാഹ്. 13ാമത്തെ വയസ്സിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു. എവിടെ പ്രശ്നമുള്ളത്? നമ്മളെ നാട്ടിലൊക്കെ അല്ലേ പറയാം ആദ്യത്തിൽ
നമ്മളെ കൂട്ടത്ത് തന്നെ പ്രായമുള്ളമാരൊക്കെ ഉണ്ട്. ഓരോട് ചോദിച്ചു നോക്കിയാൽ എത്രാമത്തെ വയസ്സിൽ ഞങ്ങൾ കല്യാണം കഴിച്ചു, 14-ാമത്തെ വയസ്സിൽ 13-ാമത്തെ വയസ്സിലൊക്കെ കെട്ടിക്കൊണ്ടുവന്നു പറഞ്ഞു അല്ലേ. അപ്പോൾ ചരിത്രം ദീർഘമാണ്. ഈ സ്ഥലത്തിന് പറയുന്ന പേര് സൂഖുൽ ലൈൽ എന്നാണ്. എന്താണ്? ഇവിടെയാണ് ഖദീജ ബീവിൻ്റെ വീട്, അവിടുത്തെ കൊട്ടാരം, അവരെ കച്ചവടം ഒക്കെ ഇവിടെയാണ്. ഇവിടെ നിന്നാണ് പിന്നാലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാമിലേക്ക് കച്ചവടത്തിന് പോയത്. അവിടെ നിന്നാണ് കച്ചവടത്തിൽ ലാഭം കിട്ടിയത്. ആ ലാഭം കണ്ട് മനസ്സിലാക്കി നബിയുടെ മുമ്പിൽ വന്ന മൈസറത്തിൻ്റെ വിവരണം കേട്ടിട്ടാണ് റസൂലുള്ളാഹിനെ കല്യാണം അങ്ങോട്ട് അന്വേഷിച്ചത്. റസൂലുള്ള അങ്ങോട്ട് ഖദീജാവിനെ തെരഞ്ഞു തന്നതല്ല. ഖദീജ ബീവിൻ്റെ കുടുംബം ഖദീജ ബീവിൻ്റെ ആവശ്യപ്രകാരം ഹബീബായ തങ്ങളെ അന്വേഷിച്ച് കല്യാണം കഴിച്ചതാണ്. ഓക്കെ, ഇതാണ്. അത്രയും വലിയ പോരിശുള്ള സ്ഥലത്താണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കണം. സീന ബുഷ്റ. പേരെന്താ? ആസിയ. നിൽക്കുമ്പോൾ ഈ ബോർഡെന്താ വായിക്കണം? സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ്. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയാണ് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ്. ആ മഹാനുഭാവന്റെ കൂടെ അല്ലാഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകത എന്താ? റസൂലുള്ളാഹി പറഞ്ഞു, ലൗ കാന ബഅദി നബിയ്യൻ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്. എന്റെ ശേഷം ഒരു നബി വരാനുണ്ടെങ്കിൽ അത് ഖത്താബിന്റെ മകനായ ഉമർ ആണെന്ന് സയ്യിദന പാതിരാവിന്റെ കൂരിൽ ധർമ്മത്തിന്റെ സുസ്ഥാപനത്തിന് വേണ്ടി ഓടി നടന്ന ഖലീഫയാണ്. മലന്റെ മുകളിലേക്കും കടക്കുകയാണ്. വലിയ വലിയ ശാഖ തല. നമ്മളെ നാട്ടിലെ ഒരു പ്രസിഡന്റിനെ കിട്ടുമോ? ഒരു MLA കിട്ടുമോ? ഒരു മന്ത്രിനെ കിട്ടുമോ? വേണ്ട, ലോക്കൽ നേതാവിനെ കിട്ടുമോ? ഒക്കെ കാൽമേൽ ഇങ്ങനെ ഇരിക്കാന്നല്ല. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ അമീറായ അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനം എന്താണ്? ഒരു പാവപ്പെട്ട വീടുണ്ട് എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർക്ക് ഭക്ഷണം അല്ലെങ്കിൽ ആ ഭക്ഷണം അതേപോലെ ഇങ്ങനെ രാത്രി ഇങ്ങനെ ഇറങ്ങി സഞ്ചരിക്കും. ഖലീഫയാണെന്ന് പറയുമ്പോൾ ഒരു ഉറങ്ങൂല, ഉറക്കമില്ലാത്ത രാവുകൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മലമുകളിൽ ഒരു ഉമ്മ കുട്ടികളെ കരയുന്ന ഒരു വീട്ടിൽ നിന്ന് കുട്ടികൾ ഇങ്ങനെ കൂട്ടക്കരച്ചില്ല. എന്താ കാരണം? പട്ടിണി കാരണം കരയുന്ന ഒരു കുടുംബത്തിന്റെ മുമ്പിലേക്ക് എത്തിയ ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു ഉമ്മ ഇങ്ങനെ മക്കളെ എപ്പോൾ കഞ്ഞിയാവും ചോറാവുന്ന നിങ്ങൾ ഇരിക്കുകയാണ്. എന്താ? വെള്ളം ഒരു കലത്തിൽ ഇങ്ങനെ പാർന്നിട്ട് അതിങ്ങനെ തിളപ്പിച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് അതിലിങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. അതിൽ അരിയുണ്ടോ? പച്ചുണ്ടോ? ചോറുണ്ടോ? കഞ്ഞിണ്ടോ? ഒന്നുമില്ല. വെള്ളം ഇങ്ങനെ അതിൽ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇളക്കി. ഇതറിഞ്ഞ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പോയി എന്റെ ഗോഡൌണിൽ നിന്ന് ഗോതമ്പിന്റെ ചാക്ക് തലയിൽ വെച്ച് ഈ മലമുകളിലേക്ക് കയറിപ്പോയി ആ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടാണ് മഹാനവറുകൾ. അതാണ് പാവങ്ങളുടെ കണ്ണീരൊപ്പിയ ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള തരീഖാണ്. നമ്മുടെ നാട്ടിലൊക്കെ വലിയ തരീഖുകളില്ലേ? ജവഹർലാൽ നെഹ്റു റോഡ്, മഹാത്മാഗാന്ധി റോഡ്. ഇവിടെ അങ്ങനെ നമ്മൾ നോക്കിയാൽ കുറെ റോഡുകൾ കാണാം. ഏതാ? സഹാബിമാരുടെ പേരിലുള്ള, പ്രമുഖരായ മഹാന്മാരുടെ പേരിലുള്ള റോഡുകൾ. അല്ലാഹു അവരുടെ കൂടെ സ്വർഗ്ഗം നൽകണം. ഇനി നിങ്ങൾ നോക്കൂ, അവിടെ ഒരു പള്ളി അല്ലേ? ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ഷജറ എന്നാണ്. മസ്ജിദുൽ ഷജറ എന്താണ്? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ സഹാബത്തിന്റെ കൂടെ അങ്ങനെ ഇരിക്കുകയാണ്. എപ്പോൾ ഈ റസൂലുള്ളാഹി ക്ലാസ് കൊടുക്കാൻ വേണ്ടി സഹാബത്തിന്റെ കൂടെ വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു അഅറാബിയോട് ഓടി വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നീ പ്രവാചകനാണെന്ന് പറയുന്നുണ്ടല്ലോ, എന്താ അതിന് തെളിവ്? എന്താണ് തെളിവ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അനക്കെന്താ തെളിവ് വേണ്ടത്? ഞാൻ പ്രവാചകനാണ് എന്ന് തെളിയിക്കാൻ എന്താണ് നിനക്ക് വേണ്ടത്? അപ്പൊ അഅറാബി അതിന് തെളിവ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചൂണ്ടിക്കാണിച്ചത് അവിടെ ആ സ്ഥലത്തൊന്നൊരു മരമുണ്ടായി. മുഹമ്മദേ, നീ പ്രവാചകനാണ് എന്ന് അംഗീകരിക്കാൻ ആ കാണുന്ന മരം നിന്റെ അടുത്ത് വന്നുകൊണ്ട് നിനക്ക് സാഷ്ടാംഗം ചെയ്യണം. അതിനെനിക്ക് കഴിയുമെന്ന് ചോദിച്ചു.
സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആ മരത്തകട് വിളിച്ചു. എന്തിനാ വിളിച്ചത്? അവിടുത്തെ മുഅ്ജിസത്ത്, അവിടുത്തെ പ്രവാചകത്വം ഈ നിഷേധികൾക്ക് ബോധ്യപ്പെടുത്തി ആ മരത്തകട് വിളിച്ചു. ആ മരം കൊമ്പുകൾ ശിഖിരങ്ങളാൽ അതിന്റെ തടിയോടെ ഒരു മനുഷ്യൻ വരുന്നത് പോലെ മരം അവിടെ നിന്ന് ഭൂമി പിളർന്നു. ആ മരം അവിടെ നിന്ന് ഇങ്ങനെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു നിൽക്കുകയാണ്. ഇവിടെ അങ്ങനെ വന്നു നിന്ന് നബി തങ്ങളോട് സലാം പറഞ്ഞ മരങ്ങൾ, റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞ കല്ലുകൾ, അല്ലേ? കല്ലുകളും മരങ്ങളും ഹബീബിനെ സ്നേഹിച്ചിരുന്നു. കല്ലുകളുടെ കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരുടെ മൂർഖൻ പാമ്പ് വരെയുള്ള വസ്തുക്കൾ നമ്മൾ പറഞ്ഞല്ലോ. ചേതനവും അചേതനവുമായ വസ്തുക്കൾ, ആ വസ്തുക്കളെല്ലാം ഹബീബായ തങ്ങളെ സ്നേഹിച്ചിരുന്നു. ആ ഹബീബായ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഒരു മരം വരികയാണ്. എന്നിട്ട് നബിയോട് സലാം പറഞ്ഞ് തിരിച്ചു ഒരു മനുഷ്യൻ പോകുന്നത് പോലെ പോയി അവിടെ നടന്നു. ഈ രംഗത്തിന് അഥവാ അത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് നടന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഈ സ്ഥലങ്ങൾ മുബാറക്കായ സ്ഥലമാണ്. ആ സ്ഥലം നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് ഇത്. എന്താ പള്ളിയുടെ പേര്? മസ്ജിദുൽ ഷജറ. എന്താണ്? എന്താ ഷജറ പറഞ്ഞാൽ? മരം. അല്ലാതെ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള പള്ളിയല്ല. പിന്നെ അത് റസൂലുള്ളാഹിന്റെ ഒരു മുഅ്ജിസത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമായതുകൊണ്ട് അവിടെ പിൽക്കാലത്ത് ഒരു പള്ളി നിർമ്മിക്കുകയും ആ പള്ളിക്ക് എന്ത് പേര് നൽകി? മസ്ജിദുൽ ഷജറ എന്ന് പേര് നൽകി. ആ പള്ളിയാണ് നിങ്ങൾ കാണുന്നിരിക്കുന്നത്. മറ്റൊന്ന് നോക്കൂ, ഒരേ സ്ഥലത്ത് രണ്ട് പള്ളി, ഒന്ന് അവിടെ ഒന്ന് ഇവിടെ, ഒന്നും പള്ളിയാണ്. എന്തിനാ രണ്ടും അത്ര അടുത്ത് പള്ളി ഉണ്ടാക്കുന്നതിന് എതിർത്ത റസൂലുള്ളാഹി അല്ലേ? മദീനത്തിൽ മസ്ജിദുൽ ഖുബ കാണിച്ചിരുന്നില്ലേ? മസ്ജിദുൽ ഖുബ. എന്താ ഖുബയുടെ പ്രത്യേകത? ആ ഖുബയാണ് നബി തങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ ആദ്യമായി, നിങ്ങൾ മദീനയിൽ എത്തിയപ്പോൾ ഒരു ഉംറ നിർവഹിച്ചിട്ടുണ്ട്. ഇതല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്താക്കിയിട്ടുണ്ട്? അത് ആരും പറഞ്ഞിരുന്നില്ലല്ലോ. ഒരു ഉംറ പള്ളിയാണ്. ഇഹ്റാമില്ലാത്ത, തവാഫില്ലാത്ത, സഅയില്ലാത്ത ഒരു ഉംറ പള്ളി മദീനയിലുണ്ട്. ഏതാണ് ആ പള്ളി? മസ്ജിദുൽ ഖുബ. മസ്ജിദുൽ ഖുബ. മൻ തതഹറ ഫീ ബൈതിഹി ودخل إلى مسجد قباء وصلى فيه ركعة كان كأجر عمرة شفيعنا رسول ആരെങ്കിലും ഒന്നുകൊടുത്തു എന്നിട്ട് മസ്ജിദുൽ ഖുബയിൽ പോയി അവിടെ ചെന്ന് ഒരു റക്അത്ത് നിസ്കരിച്ചു, എന്നാൽ ഒരു ഉംറയുടെ കൂലിയുണ്ട് എന്ന് അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞത്. ആ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകളാണ് നമ്മളൊക്കെ. നേരെ ഓപ്പോസിറ്റിൽ ഒരു പള്ളി മുനാഫിക്കുകൾ ഉണ്ടാക്കി. ഖുർആൻ ഉടനെ ആയത്തിറങ്ങി, ലമസ്ജിദൻ ലിറാർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത് ഫിത്ന പള്ളിയാണ്, അത് പൊളിച്ചു മാറ്റണം. അല്ലേ? എന്നാൽ എന്തുകൊണ്ട് ഇവിടെ പള്ളി രണ്ടെണ്ണം ഇവിടെ ഉണ്ടായില്ല? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് സലാം പറഞ്ഞ ഒരു മരം അവിടെ, അല്ലേ? ആ മരം ഉണ്ടായവിടുത്തെ പള്ളി, ഇവിടെ വേറെ പള്ളി. എന്താ പള്ളിക്ക് കാരണം? ആ പള്ളി ഒരു ചരിത്ര പാശ്ചാത്തലമാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ജയിച്ചത് ആറാം വർഷം, ഹിജ്റ 6-ാം വർഷം ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധി എന്നാ ഹിജ്റ 6-ാം വർഷം. ഹിജ്റ 7-ാം വർഷം നബി തങ്ങളുടെ ഉംറത്തുൽ ഖദാ. നമ്മൾ ഇന്നലെ ഉംറ ചെയ്യാൻ പോയ സ്ഥലത്ത് പോയി നബി തങ്ങൾ ഇഹ്റാം ചെയ്ത് ഹറമിൽ പ്രവേശിച്ചത് ഹിജ്റ 7-ാം വർഷം. 8-ാം വർഷം മക്കം ഈ മക്കം നമ്മളെ കയ്യിലല്ല, കാബാലെ നമ്മളെ കയ്യിലായിരുന്നില്ല. അതിനുള്ളിൽ ദൈവങ്ങൾ ഉണ്ടായിരുന്നു, ലാത്തയുണ്ടായിരുന്നു, ഉസ്സയുണ്ടായിരുന്നു, മനാത്തയുണ്ടായിരുന്നു. അങ്ങനെയുള്ള കല്ലുകളുടെ കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരുടെ മൂർഖൻ പാമ്പ് വരെയുള്ള വസ്തുക്കളെ ആരാധിച്ച സമൂഹം. അതിന്റെ എല്ലാ ബഹിഷ്കരണങ്ങളും കാബയിലുണ്ടായിരുന്നു. ആ കാബന്റെ ഉള്ളിക്കട് കയറിയിട്ട് അത് തോത്ത് വാരി കൈകി വൃത്തിയാക്കി പതിനായിരക്കണക്കിന് സഹാബത്തിനെ കണ്ടപ്പോൾ ശത്രുക്കൾ പേടിച്ചരണ്ട് വിറച്ചു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ കല്ലെറിഞ്ഞവരുണ്ട് ആ കൂട്ടത്തിൽ, മൂക്കി വിളിച്ചവരുണ്ട് ആ കൂട്ടത്തിൽ, കുടൽമാല ചാർത്തിയവരുണ്ട്, ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ ചാർത്തിയവരുണ്ട് അവിടെ.
നടന്നു പോകുന്ന വഴിയിൽ കൊയ്കുത്തിയിട്ട് ഹബീബായ തങ്ങളെ അപായപ്പെടുത്തി കൊല്ലാൻ ശ്രമിച്ച ആളുകളുണ്ട്. അവരോട് ലോകത്തിന്റെ നേതാവ് കാരുണ്യത്തിന്റെ കേദാരമായ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുന്ന് പറഞ്ഞത്, ഇദ്ഹബൂ അൻതുമുൽ ഖുലഖാ, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ്. കല്ലെറിഞ്ഞവരെ മാപ്പ്, ഊക്കി വിളിച്ചവരെ മാപ്പ് എന്ന് പറഞ്ഞ് അവിടുത്തെ ദ്രോഹിച്ച ആളുകൾക്ക് മാപ്പ് കൊടുത്ത് തിരിച്ചയച്ചു. മക്കം ഫത്ഹായപ്പോൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിനെ അവരെന്ത് ചെയ്യാമായിരുന്നു? സഹാബത്തെ അവരെ പോയിട്ട് കൊന്നു കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ആ നിമിഷ നേരം സഹാബത്ത് അവരെ പൊട്ടിപ്പൊടിയാക്കും. പക്ഷെ അല്ലാഹുവിന്റെ റസൂല് സമാധാനം കൈക്കൊണ്ടു. നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ സ്വതന്ത്രരാണ്. ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ 3 ദിവസം ഇവിടെ നടന്നു. ഈ 3 ദിവസം ഇവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹായി. ഇപ്പോൾ ഓൺലി മുസ്ലിംസ്. ഇത് മുസ്ലിങ്ങളുടെ നാടാണ് അല്ലേ? മക്കയും മദീനയും ആർക്കുള്ളതാണ്? അവിടെ ഒറ്റ കാഫിറിനെ കാണുന്നു. ജിദ്ദയിൽ നിന്ന് നമ്മൾ വരുമ്പോൾ തന്നെ എഴുതി വെച്ചില്ലേ ഹറമിന്റെ ബോർഡർ, അവിടെ എന്താ ഉള്ളത്? ഓൺലി മുസ്ലിം. അപ്പൊ അങ്ങനത്തെ ഒരു മുസ്ലിംസ് മാത്രമുള്ള ഒരു നാട് ഈ ലോകത്ത് ഇവിടെ കാണാൻ കഴിയാം. നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനത്തെ ഒരു മണ്ണായി മക്കം ഫത്ഹായതിന്റെ പിന്നിൽ ഈ സ്ഥലത്തിന് പങ്കുണ്ട്. ഇവിടെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. മക്കം ഫത്ഹ് നടന്ന സമയത്ത് അവിടുന്ന് ഒരു കൊടി നാട്ടി ഈ സ്ഥലത്ത്, ഈ കാണുന്ന സ്ഥലത്ത്. ആ കൊടി അവിടെ നാട്ടിയതിന് ശേഷം ചരിത്രം അവിടെ നിലനിൽക്കുകയാണ്. അവിടെ പിൽക്കാലത്ത് ഒരു പള്ളി നിർമ്മിച്ചു. എന്നിട്ട് ആ പള്ളിക്ക് പേര് നൽകി മസ്ജിദുർ റായ. എന്താണ്? മക്കം ഫത്ഹിന്റെ ദിവസം അല്ലാഹുവിന്റെ റസൂല് ഒരു കൊടി നാട്ടി, ഒരു പതാക. അതുകൊണ്ട് പിൽക്കാലത്ത് അവിടെ പള്ളി നിർമ്മിച്ചപ്പോൾ ആ പള്ളിക്ക് എന്ത് പേര് നൽകി? അപ്പൊ എന്താ പള്ളി അർത്ഥം? ചരിത്ര ഭാഷാന്തരം എന്താ? അതവിടെ പള്ളി ഉണ്ടെന്നല്ല, അവിടെ പള്ളിയുള്ള സ്ഥലത്ത് റസൂലുള്ള ഒരു കൊടി, അതൊരു മുബാറക്കായ സ്ഥലമാണ്. ഇവിടെ ഒരു പള്ളിയുള്ള സ്ഥലത്ത് ഒരു മരത്തെ റസൂലുള്ള വിളിച്ചു, അതും ഒരു മുബാറക്കായ സ്ഥലമാണ്. എന്തുകൊണ്ട്? ആദിഹി മുഅ്ജിസത്തു റസൂലില്ലാഹ്, അത് ആരംഭ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. അതുകൊണ്ട് ഈ മുബാറക്കായ സ്ഥലത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മള് ഈ എത്തിയ ഈ സ്ഥലം നിങ്ങൾക്കിത് വായിച്ചാൽ കിട്ടും. മഖ്ബറത്തു അൽ മുഅല്ല. എന്താണ്? ഇതാണ് മുഅല്ല മഖ്ബറ. മക്കയിലെ പ്രസിദ്ധമായ സ്വർഗാവകാശികളുടെ മഖ്ബറ എന്ന് പറയപ്പെടുന്ന മഖ്ബറയാണ്. മനസ്സിലായോ? ഇത്രയും പോരിശയാക്കപ്പെട്ട നമ്മളെ നാട്ടിലത്തെ ഏതെങ്കിലും കബറിടത്തിനെ പോലെ അല്ല ഇത്. ലോകത്ത് 2 മഖ്ബറകൾ സ്വർഗത്തിലേക്ക് പക്ഷികളെ പോലെ പറന്നു പോകുന്ന ആളുകളാണ് ഇവിടെ. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം ബഖീഅയിലെ മദീനയിലെ ബഖീഅയിലെ ആളുകൾ സ്വർഗത്തിലേക്ക്, പിന്നീട് മക്കയിലെ അഹ്ലു മക്ക, മക്കയിലെ മുഅല്ല മഖ്ബറയിൽ അന്തി ഉറങ്ങുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് പക്ഷികളെ പോലെ പറന്നു. ഈ മഖ്ബറ ഏകദേശം അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പ, അവരെയാണ് ആദ്യം കൊണ്ടുപോയി മറവ് ചെയ്തത്. സൗദി ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ പരിചരണത്തിലാണ് ഇതുള്ളത്. ഏകദേശം 970 മീറ്റർ ദൂരം ഹറമിൻ്റെ മുറ്റത്തുനിന്ന് ഇങ്ങോട്ട് നമ്മൾ നടന്നു കഴിഞ്ഞു. അതാണ് ഇന്നലെ ഉസ്താദ് പറഞ്ഞത്. എന്ത് ഒരു 3 കിലോമീറ്റർ നടക്കാൻ 970 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിലാകുന്നുള്ളൂ. പക്ഷേ ഇവിടുന്ന് കൂട്ടുന്നത് നമ്മളെ റൂമിൽ നിന്ന് ഹറമിലെത്തുക, അവിടുന്ന് ഇവിടെ എത്തുക, ഇവിടുന്ന് തിരിച്ചു പോവുക. അപ്പോൾ എത്രയായി? 3000. ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് എത്രയേ ഉള്ളൂ? നമ്മൾ അറിഞ്ഞപ്പോൾ നടന്ന് രാവിലെ നല്ല ഉഷാറായിട്ട് ഒരു ക്ഷീണമില്ല, ഒരു വിയർപ്പിൻ്റെ തുള്ളി പോലും പൊട്ടുന്നില്ല. നമ്മളെ നാട്ടിലത്തെ വെയിൽ കൊണ്ടാൽ വിയർക്കും, മനസ്സിലായില്ലേ? ഇവിടെ ഒരു തുള്ളി പോലും എന്നിട്ടാ പറഞ്ഞ് ക്ഷീണിക്കുന്നുണ്ട്. ഞാൻ ഈ എൻ്റെ നാട്ടിൽ നടന്നാൽ ഞാൻ കുഴങ്ങുകയാണ്. ഇവിടുന്ന് ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. അത്രയും അത്ഭുതങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഈ ഉമ്മമാരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ അറമിലെ മത്താഫിലൂടെ നടക്കുന്നത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇങ്ങനെ ഇടിച്ചിട്ട് വലിയ മല്ലന്മാരായ ആളുകൾ വന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി എന്തോ പൊടിഞ്ഞു പോകുന്നു തോന്നുന്നു ഇതൊക്കെ. പക്ഷേ ആരെങ്കിലും ഏതെങ്കിലും ഊരക്ക് പണി ചെയ്യണോ? ആർക്കും പ്രശ്നമല്ല, അത് പനി പിടിച്ചതാണ്, ഈ ഇത് പിടിച്ചത്. പക്ഷെ അത്രയും നല്ല ഒരു അത്ഭുതം ഇവിടെ നടക്കുമ്പോൾ ഈ നടത്തും ഒരു അത്ഭുതമാണ്. ഈ കൂട്ടത്തിൽ പുരയിൽ അപ്പുചാറുണ്ടാക്കിയിട്ട് സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറാൻ കഴിച്ചില്ല മനയെന്ന് പറഞ്ഞ ആളുകൾ വരെ ഇതിൽ നടക്കേണ്ടതാ. ഇനി പോലെ നാളെ ഇറാഖുവേക്ക് നമ്മൾ പോണ അന്ന് എന്നാണോ പോണ അന്ന് ഓല് കയറി പോകും.
എൻ്റെ അനുഭവത്തിൽ 35 ആളെ കൊണ്ടുവന്നാൽ 30 ആളെങ്കിലും എൻ്റെ പരം കയറി പോരാണ്ട്. അതിനെന്താണ് ആദ്യം നമ്മൾ കാരണം എല്ലാ ഇവിടെ താഴത്ത് തുറന്നോളി മുകളിൽ കയറിയോളി പറഞ്ഞാൽ എന്താവില്ല എല്ലാവരും. 35 ആളെ കൊണ്ടുവന്നാൽ 30 ആളിൻ്റെ 5 ആൾ മാത്രമേ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ ആ കൂട്ടത്തിൽ 75, 80, 90 ഒക്കെ വയസ്സുള്ള ആളുകൾ കയറി പോരേന്നാണെങ്കിൽ ഒരു സ്ത്രീ, എൻ്റെ പരം പോകുന്ന ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് അലക്കിയ വസ്ത്രങ്ങളുണ്ടല്ലോ മുകളിൽ കൊണ്ടുപോയി ഓപ്പൺ ടെറസിൽ ആറിടാൻ മക്കൾ പറഞ്ഞാൽ കേൾക്കൂല. കാരണം കയറാൻ കഴിയൂല. എന്താ പ്രശ്നം? മുകളിലേക്ക് ബെഡിൽ അവിടെ ഒന്ന് മുകളിലെ റൂമിൽ കിടന്നുറങ്ങിയോളി എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് കേൾക്കൂല. അങ്ങനത്തെ ഒരു ഉമ്മ വന്നിട്ട് ഇറാ ഗുഹൻ്റെ മുകളിൽ ജബലുൻ നൂറിൽ. അപ്പോൾ ആ ചിത്രവും വീഡിയോ അവിടെ അയച്ചു കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഉസ്താദ്. ഞങ്ങളെ പറയുന്നത് ഇത് ഞങ്ങളെ പറ്റിക്കേനിന്നാണ്. മക്കളെന്താ പറഞ്ഞത്? ഞങ്ങളെടുത്ത് അഭിനയം അങ്ങനെ പ്രയോഗിച്ചേ. ഉമ്മ ഞങ്ങളെ മുമ്പിൽ ഇത്രയും കാലം അഭിനയിച്ചതാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജബലുൻ നൂറിൻ്റെ മുകളിലെത്തിയിട്ട്. അപ്പം ഇതൊക്കെ നടക്കണമൊക്കെ അത്ഭുതമാണ്. കിലോമീറ്ററുകളോളം നടന്നു പോവാണ്, ഒന്നും അറിയണില്ല. അപ്പം മൊഅല്ല മക്ബറയുടെ മുമ്പിലാണ് നമ്മളുള്ളത്. ഇവിടെ കിടക്കുന്നത് ഭൂമി ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാരാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയാകുന്ന ബീവി ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹ കിടക്കുന്ന മക്ബറയാണ്. മക്കയിലെ പ്രസിദ്ധമായ മക്ബറയുടെ ആദ്യത്തെ ജനാസ തന്നെ ആരാണ്? അബ്ദുൽ മുത്തലിബ്, നബിയുടെ വല്ലിപ്പ. അള്ളാഹിന്റെ റസൂലിന് അന്ന് 8 വയസ്സാണ്. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലിപ്പയോട് അഭേദ്യമായ ബന്ധമുണ്ട്. എന്താ കാരണം? പ്രസവിച്ച ഉടനെ ആ വല്ലിപ്പയാണ് നോക്കാനുണ്ടായത് അല്ലേ? അബൂ താലിബ് പിന്നല്ലേ ഒന്ന്. ആ വല്ലിപ്പ വാരിയെടുത്ത് ഉമ്മ വെച്ച് കബാലയത്തിലേക്ക് കൊണ്ടുപോയി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. വസുമ്മീതുഹു മുഹമ്മദ, പേര് വിളിച്ചതാരാ? വല്ലിപ്പല്ലേ. ആ അബ്ദുൽ മുത്തലിബ് വഫാത്താവുമ്പോൾ ആ ഹബീബിന് എത്ര സങ്കടം ഉണ്ടാവും. ബാപ്പല്ലാത്ത അവസ്ഥയിൽ എന്നെ നോക്കിയ ആളാണ് എൻ്റെ വല്ലിപ്പ. ആ വല്ലിപ്പൻ്റെ കൂടെ ആ ജനാസ പിടിച്ച് വന്നത് റസൂലുള്ള വിതുമ്പി കരഞ്ഞുകൊണ്ടായിരുന്നു. 8ാമത്തെ വയസ്സിൽ ഇങ്ങോട്ടാണ് ആ നടന്നു വന്നത്. മയ്യത്ത് കട്ടിൽ പിടിച്ചു കേട്ടു. ആ വല്ലിപ്പയുടെ ഖബർ ഇവിടെയുണ്ട്. മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഥമ പത്നിയാകുന്ന ബീവി ഖദീജ ആരാ? ഇവിടുത്തെ കോടീശ്വരിയായ ഖദീജയാണ് ഇസ്ലാമിലെ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ആദ്യത്തെ മുസ്ലിമായ പെണ്ണ് അല്ലേ? ആദ്യമായി നബിയെ കൊണ്ട് വിശ്വസിച്ച പെണ്ണാരാ? മക്കക്കാരൊക്കെ എതിർത്തു നബിയെ, കല്ലെറിഞ്ഞു, പലതും പറഞ്ഞു. ഇജ്ജ് ഞങ്ങളെ കുടുംബക്കാരനാണ്, ഇജ്ജ് അങ്ങനെ നബിയാകാന്നൊക്കെ ചോദിച്ച് നടന്നു. അന്നെ ഞങ്ങൾക്ക് അറിയാടാ, ഇജ്ജ് അബ്ദുള്ളാന്റെ മോനല്ലടാന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹിനെ ചീറ്റ് ചെയ്തിരുന്നു. അപ്പോഴൊക്കെ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒന്നാമതായി കടന്നു വന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാനുണ്ട് മുഹമ്മദെ നിന്നെ വിശ്വസിക്കാൻ എന്ന് പറഞ്ഞ ഉമ്മയാണ് ബീവി ഖദീജ. അവരെ കൂടെ അള്ളാഹു നമുക്ക് സ്വർഗം തരും. എല്ലാവരും എതിർത്ത് തള്ളി പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് എല്ലാം അത് കൊടുത്തു. കല്യാണം കഴിച്ചതിന് ശേഷം സമ്പത്ത് ദീനിന് വേണ്ടി വാരി വിതറി. വഫാത്താണ് സമയത്ത് പിന്നെ ഒന്നും കൊണ്ടുപോകല്ല. നബിക്കും ഖദീജ ബീവിക്കും രണ്ടാക്കുമ്പാട് ഒരു നിസ്കാരപ്പായാണ്. നബി നിസ്കരിച്ച് കഴിഞ്ഞിട്ട് വേണം ഖദീജ ബീവിക്ക് എന്താക്കാൻ? അത് അണിഞ്ഞിട്ട് നിസ്കരിക്കണമെങ്കിൽ. അപ്പോൾ ഇത്രമാത്രം ദരിദ്രയായി പോയി. സമ്പത്ത് വാരിക്കൂട്ടിയോ? ഉള്ളതൊക്കെ എന്തായി? കൊടുത്താട് കൊടുത്ത് ദീനിന് വേണ്ടിയാണ് കൊടുത്തു. അതാണ് ഖദീജ. ആ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. നബി തങ്ങൾ പറയാറുണ്ട്, എനിക്ക് മക്കളുണ്ടായത് ആരിൽ നിന്നാണ്? ഖദീജ ബീവിയിൽ നിന്നാണ് നബിക്ക് മക്കൾ മുഴുവനുണ്ടായത്. ഒരു മാരിയത്തുൽ കിബത്തിയ എന്ന് പറയുന്ന അടിമ സ്ത്രീയിലെ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി ഒഴിച്ചാൽ നബിയുടെ 6 മക്കളും ബീവി ഫാത്തിമ, ബീവി സൈനബ്, മഹാനായ ഖാസിം, മഹാനായ അബ്ദുള്ള, ഇങ്ങനെ തുടങ്ങിയിട്ട് ആരംഭ റസൂലുള്ളാഹിന്റെ മക്കളിൽ 6 മക്കളും ബീവി ഖദീജ അവരിൽ നിന്നാണ്. അള്ളാഹു അവരെ കൂടെ നമുക്ക് സ്വർഗം തരും അല്ലേ? ആ ഉമ്മല്ലേ റസൂലുള്ളാഹിക്ക് ഭക്ഷണമായിട്ട് ഒരു ദിവസം ജബലുൻ നൂറിൽ 3 വട്ടം കയറിയത്? അന്ന് സ്റ്റെപ്പുണ്ടോ? റോഡുണ്ടോ? എങ്ങനെയപ്പോൾ കയറി പോയത്? ആ ഉമ്മ കിടക്കുന്ന മക്ബറ ഒന്ന് കാണണ്ടേ നമുക്ക്? അപ്പോൾ അതിന് ഉള്ളിലേക്ക് പ്രവേശനം ആർക്കേ ഉള്ളൂ? ആണുങ്ങൾക്ക്. പെണ്ണുങ്ങളെ ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തിത്തരാം. നന്നായി ദ്വാരക്കാൻ പറ്റുന്ന സ്ഥലത്ത് പോയിട്ട് ഖദീജാബിനെ അങ്ങനെ നോക്കി കാണാം. അവിടേക്ക് നമുക്ക് പോകണം കുറച്ച് കഴിഞ്ഞിട്ട്. അതിനൊരു ജിന്നിനെ കാണാൻ പോയത് അതിന് ശേഷമാണ് അത് കാണാൻ പോവുക. ജിന്ന് പള്ളി കാണാൻ പോയിട്ട്. അപ്പോൾ ഈ മക്ബറയിൽ കിടക്കുന്നത് ആരൊക്കെയാണെന്ന് പറഞ്ഞാണ്? എണ്ണി പറഞ്ഞാണ്. അബ്ദുള്ള അല്ലേ? അബ്ദുൽ മുത്തലിബ്. അബ്ദുള്ള ഇവിടെ അല്ല, അബ്ദുൽ മുത്തലിബ്. റസൂലുള്ളാഹിന്റെ ഒരു മകൻ ഖാസിം. ആരാണ്? ഖാസിം റളിയല്ലാഹു അൻഹു.
ഹബീബ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പത്നി ബീവി ഖദീജ ഉമ്മ, റസൂലുള്ളാഹിന്റെ ആലു ബൈത്ത്, നബിയുടെ കുടുംബം. ആ കുടുംബം ഇങ്ങനെ ആ മക്ബറയിൽ കിടക്കുകയാണ്. പിന്നെ മഹാനായ ബാഫക്കി തങ്ങൾ നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വന്നിട്ട് ഇവിടെ വഫാത്തായ മഹാനായ ബാഫക്കി തങ്ങളുടെ ഖബറ് ഖദീജ ബീവിൻ്റെ അടുത്താണ്. ലോകപ്രസിദ്ധനായ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര വിശാരദനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു കിടക്കുന്നത് ഈ മക്ബറയിലാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മോള് ഖദീജ ഉമ്മയുടെ പോലെ തന്നെ സൗറുമല, വേറെ മല ഉണ്ട്, ജബലു സൗർ അല്ലേ? സൗറുമല കേട്ടില്ലേ? പാമ്പ് കടിച്ചത് അവിടെ സൗറുമല, പാമ്പ് കൊത്തിയത് സൗറുമല. ആ സൗറുമലയിലേക്ക് ഭക്ഷണമായിട്ട് എത്തിയ മോളാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മോളായ അസ്മാ ബിൻത് അബീ ബക്കർ ഈ മക്ബറയിൽ കിടക്കുകയാണ്. പരിശുദ്ധമായ കാബാലയത്തിന് വലിയ സംഭാവന ചെയ്ത കാബാലയത്തിന്റെ ഉള്ളിൽ ഇന്നും ഇന്ത്യൻ നിർമ്മിതമായ ഒരു തൂണുണ്ട്, വലിയൊരു തൂണ്. ആ തൂണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭാവനയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അവരെ മക്ബറ ഇവിടെയാണ്. നമ്മളെ നാട്ടിൽ നിന്ന് പലരും മരണപ്പെട്ട മുമ്പ് പലർക്കും അവസരം കിട്ടിയിട്ടുണ്ട്. അവിടെ മഹാനായ ഖാജ തങ്ങളെ കേട്ടിട്ടില്ലേ? അജ്മീറിന്റെ സുൽത്താൻ, ഇന്ത്യയുടെ സുൽത്താൻ ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി അൽ അജ്മീരി അസ്സഞ്ചരി ഖദ്ദസല്ലാഹു സിറഹു. അവിടേക്കൊക്കെ പോകാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരണം. അജ്മീറിലൊക്കെ ഒന്ന് പോകണം. മഹാനായ ഖാജ തങ്ങളുടെ 20 വർഷത്തെ ഉസ്താദ്, അദ്ദേഹത്തിന്റെ ത്വരീഖുകളുടെ ഏറ്റവും വലിയ ഷെയ്ഖ് മഹാനായ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ കിടക്കുന്നത് ഈ മക്ബറയിലാണ്. മക്കയിലെ മുഫ്തിയും മഹാനായ പണ്ഡിതനുമായ 4 മദ്ഹബിന്റെ ഫത്വ കൊടുക്കാൻ അർഹനായ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ വടി പിടിച്ച് ചുംബിച്ച സയ്യിദ് അലവി അൽ മാലിക്കി അൽ മക്കി കിടക്കുന്നത് ഇവിടെയാണ്. അള്ളാഹു അവരൊക്കെ കൂടെ നമുക്ക് സ്വർഗം തരാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ജന്നത്തുൽ മുഅല്ല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. വളരെ വിശാലമായിട്ട് കിടക്കുന്ന പല മഹാന്മാരായിട്ടുള്ള ആളുകളും, പ്രത്യേകിച്ച് ഖദീജ ബീവി, അതുപോലെ തന്നെ നബിയുടെ ഉപ്പ, അതുപോലെ എല്ലാ മഹാന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ മുഅല്ല എന്ന് പറയുന്ന അറമിലെ ഖബർസ്ഥാനം. അപ്പോൾ ഞങ്ങൾ ജന്നത്തുൽ മുഅല്ല എന്ന് പറയുന്ന സ്ഥലത്ത് നബിയുടെ ആദ്യ ഭാര്യയായിട്ടുള്ള ഖദീജ ബീവി കിടക്കുന്ന റൗദയുടെ മുമ്പിലാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിൽ ഏറ്റവും കൂടുതൽ മഹാന്മാർ ഉള്ള ഒരു സ്ഥലമാണ്. ഇതിന് മുകളിലേക്കൊക്കെ നബിയുടെ കുടുംബങ്ങളാണ് അധികമുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു കെട്ടിലായിട്ട് കാണാൻ പറ്റുന്നത് ഒരു ഇഷ്ടിക കെട്ടുണ്ട്. ഇഷ്ടികയുള്ള ഈ ഭാഗത്ത് കാണുന്നത് ഇത് ഖദീജ ബീവിയുടെ ഖബറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നബിയുടെ ഒരു മകൻ ഖാസിം റളിയല്ലാഹുവിൻ്റെ ഖബർ കൂടെ കാണാം. ഇഷ്ടിക വെച്ചിട്ടുള്ള ആ ഭാഗം ഖാസിം റളിയല്ലാഹുവിൻ്റെ ഖബറാകുന്നു. ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള ആളുകൾ കംപ്ലീറ്റ്, അതായത് മുഴുവൻ ആളുകൾ വലിയ പ്രശസ്തരായിട്ടുള്ള ആളുകളാണ്, വലിയ മഹാന്മാരായിട്ടുള്ള ആളുകളാണ്. വളരെ വിശാലമായിട്ട് കിടക്കുന്ന ജന്നത്തുൽ മുഅല്ല എന്ന് പറയുന്ന മക്കയിലെ ഈ ഖബർസ്ഥാനിലാണ് നമ്മളിപ്പോൾ നിലവിലുള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടെ മരണപ്പെട്ട ആളുകൾ എല്ലാവരും സ്വർഗത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ കിടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം ജന്നത്തുൽ മുഅല്ല. ഇവിടുന്ന് മക്കയുടെ ക്ലോക്ക് ടവർ വരെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും അടുത്ത് തന്നെയാണ് ഈ ഖബർസ്ഥാൻ നിലകൊള്ളുന്നത്. റഹിമാൻ ബാഫഖി തങ്ങളുടെ അടുത്താണുള്ളത്. മക്കയിലെ മുഅല്ല മക്ബറയാണ് ഈ വിശാലമായ മക്ബറ. ഖദീജ ബീവിയുണ്ട്, ഇവിടുത്തെ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകനുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ മക്ബറ. അതിൽ ബാഫഖി തങ്ങൾ കിടക്കുന്ന ഈ ഭാഗത്ത് ആ മഹാനായ ബാഫഖി തങ്ങൾ നമുക്കറിയാം ഖാലിദുൽ ഖൗമ. ചെരുപ്പ് അപ്പോൾ ബാഫഖി തങ്ങളെ കുറിച്ച് നമുക്കൊക്കെ ചെറുപ്പം മുതലേ കേട്ട് പരിചയമുള്ള ആളാണ്. ഖാലിദുൽ ഖൗമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. അദ്ദേഹം
ആത്മീയ നേതാവ് എന്നതോടൊപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാക്കളിൽ മഹാനാണ്. ബാഫക്കി തങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ മന്നത്ത് പത്മനാഭനെ പോലെ വലിയ വലിയ കുഴങ്ങി മറിഞ്ഞ പ്രശ്നങ്ങൾ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ വർഗീയ കലാപങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കുകയും അതിന് സമാധാനം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്ത ആളുകളാണ് മന്നത്ത് പത്മനാഭൻ. അതുപോലെ തന്നെ കേരളം കണ്ട അതിദായകനാണ് കേളപ്പൻ. ഈ പറയുന്ന ആളുകൾക്ക് പോലും സാധിക്കാത്ത പ്രശ്നകലുഷിതമായ സ്ഥലത്ത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം പരിഹരിക്കാൻ, പ്രശ്നപരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതായത് രണ്ട് കൂട്ടരും തമ്മിൽ ഇങ്ങനെ കൊമ്പ് കോർത്ത് നിൽക്കുക. ഒരു കൂട്ടർ അരിയാത്തി എടുക്കുന്നത്, മറ്റൊരു പിക്കാസും കൈക്കൂട്ടും. മുസ്ലിംസും അമുസ്ലിംസും തമ്മിൽ ഇങ്ങനെ കൊമ്പ് കോർക്കുന്ന സ്ഥലത്തേക്ക് മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എത്തുകയാണ്. അപ്പോൾ ബാഫക്കി തങ്ങൾ ആ വശ്യമായ മുഖവും ആ തലയെക്കെട്ടും ആ നിഷ്കളങ്കമായ മനസ്സും ആ ഒരു നേതൃഗുണമുള്ള ആ മനുഷ്യനങ്ങനെ കണ്ടപ്പോൾ അവിടുത്തെ RSSൻ്റെ ആളുകളാണ് തങ്ങൾക്ക് എന്താക്കിയത്, ഇളങ്ങി പറ്റി തങ്ങൾക്ക് ഒന്നു കൊടുക്കേണ്ട ആവശ്യം വന്നപ്പോൾ തൊട്ടടുത്ത് മറ്റേ സേവാമന്ദിറാണ്. ആ സേവാമന്ദിറിൻ്റെ അവിടുത്തെ പ്രവർത്തകർ RSSകാരാണ്. തങ്ങൾക്ക് ഒന്നു കൊടുക്കാനുള്ള വെള്ളം അവിടെ തടിച്ചുകൂടിയ 2 പറ്റം ആളുകളോട് തങ്ങൾ പുഞ്ചിരിയോട് പറഞ്ഞു, നമ്മളൊക്കെ ഒന്നാണ്. എൻ്റെ സമുദായത്തിൽപ്പെട്ട മുസ്ലിമീങ്ങൾ അടങ്ങി നിൽക്കണം, 2 വിഭാഗം ആളുകൾ കൈകോർക്കണം, ഒരുമയിൽ ജീവിക്കണം, നമ്മളൊക്കെ ഒരു മനുഷ്യന്മാരാണ് എന്ന് പറഞ്ഞിട്ട് അവർക്കിടയിൽ സ്നേഹവായ്പ ഉണ്ടാക്കി കൊടുത്ത മഹാനാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലെ മദ്രസ പ്രസ്ഥാനം. അതുണ്ടാക്കാൻ വേണ്ടി ഓടി നടന്ന മഹാനാണ് 954 മദ്രസ പ്രസ്ഥാനം. ആ മദ്രസകൾക്ക് ബീജാപാപം നൽകിയതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മഹാനാണ് ബാഫക്കി തങ്ങൾ. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന മദ്രസക്കാണെന്ന് പറഞ്ഞാൽ ബാഫക്കി തങ്ങൾ വന്നു കഴിഞ്ഞാൽ പണം ഇങ്ങനെ വാരി ഒരു ബാഫക്കി തങ്ങളാണെങ്കിലും ആദ്യം പൈസ ഏതൊരു പള്ളിക്കും മദ്രസക്കും വേണ്ടി ബാഫക്കി തങ്ങൾ കോഴിക്കോട് വലിയങ്ങാടിയിൽ വലിയ എന്തുണ്ടായിരുന്നു, വലിയ ഗോഡൗൺ മാർക്കറ്റ് ഉണ്ടായിരുന്നായിരിക്കും ബാഫക്കി. അവിടുന്ന് അരി പാവപ്പെട്ടു. അതേപോലെ തന്നെ ഈ മദ്രസക്ക് വേണ്ടി അങ്ങനെ എന്തൊക്കെ ദീനീ മേഖലകളുണ്ട് അവിടെ ഒക്കെ ബാഫക്കി തങ്ങളുടെ ഒരു കയ്യൊപ്പുണ്ട്. അങ്ങനത്തെ മഹാനാണ് സയ്യിദ് അബ്ദുറഹ്മാൻ. ആ മഹാനുഭാവൻ കിടക്കുന്നത് ഇവിടെയാണ്. അവരെ കൂടെ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. അള്ളാഹു ആ മഹാനുഭാവന്റെ ദറജേറ്റി കൊടുക്കട്ടെ. റസൂലിൽ നിന്ന് ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ ഖബർ കാബ പുനർനിർമ്മിത് ലോകപ്രസിദ്ധനായ പണ്ഡിതനും പരിശുദ്ധ കാബാലയം നിർമ്മിച്ച മഹാനുമായ കാബാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ഖുറൈശികളിലെ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ്. ഒരുപാട് നിരവധി ചരിത്രങ്ങൾ മഹാനെക്കുറിച്ച് പറയാനുണ്ട്. അങ്ങനെയുള്ള മഹാനാണ് ഇവർക്ക്. അള്ളാഹു അവരെ ദറജയേറ്റി കൊടുക്കട്ടെ. ആമീൻ. ജന്നത്തുൽ മുഅല്ലയുടെ ഭാഗമായിട്ട് വരുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഒരുപാട് വിശാലമായി ഏക്കറ കണക്കിന് വ്യാപിച്ചെടുക്കുന്ന സ്ഥലമാണ്.
ഈ കാണുന്ന ഒരു പള്ളിയാണ്. ഇവിടുന്നാണ് വണ്ടി പോകല്ല. ഈ പള്ളി ചരിത്രമുള്ള ഒരു പള്ളിയാണ്. ഞാൻ പോകാത്ത പള്ളി ഇതൊരു പള്ളിയാണ്. ഇത് മസ്ജിദുൽ ജിന്ന് എന്നാണ് ഈ ജിന്ന് എന്ന് പറയാൻ കാരണം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ ക്ലാസ് കേട്ട് കാഫിറുകളായ ഒരു പറ്റം ജിന്നുകൾ ഇസ്ലാം ആശ്രയിച്ച സ്ഥലമാണ്. കാഫിറുകളായ ഒരു പറ്റം ജിന്നുകൾ ആദ്യം ഒരു സംഘം ഒന്ന് നബിയുടെ ക്ലാസ് കേട്ടു. അവർ മുസ്ലിമായി. അവർ തിരിച്ചുപോയി അവരെ ഗോത്ര തലവന്മാരോട് പറഞ്ഞതാ, ഞങ്ങള് അവരുടെ വലിയ സംഘത്തിനോട് പറഞ്ഞത് ഞങ്ങൾ വലിയൊരു സംഗതി കേട്ട് വരികയാണ്. നമ്മൾ ആരും കേൾക്കാത്ത അത്ഭുതകരമായ വർത്താനാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളെ വല്ലാതെ അട്രാക്ഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും പാടെ പോയി നോക്കാൻ തന്നെ കൂട്ടത്തോടെ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്തേക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നതും ചിറകിട്ടടിക്കുന്നതും റസൂലുള്ളാഹിന്റെ ശരീരമാകെ വിയർപ്പ് കണങ്ങളിൽ ഇങ്ങനെ ഉച്ചിരിയുന്നതും പുന്നാര നബിക്ക് വഹി ഇങ്ങനെ ഇറങ്ങുന്നതും നേരിട്ട് ജിന്നുകൾ കാണുകയാണ്. കാരണം ഓർക്ക് കാണാൻ പറ്റുന്ന സംഗതികൾ ചിലറകൾ. അങ്ങനെ ആ ജിന്നുകൾ അത് കേട്ട് അള്ളാന്റെ റസൂലിനെ വിശ്വസിച്ചു. മുഴുവൻ ആളുകളും ഈമാൻ. അപ്പോഴാണ് നസലൽ അമീൻ മലക്ക് അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് സൂറത്തുൽ ജിന്ന് അവതരിപ്പിക്കുന്നു. ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഘം ആളുകൾ അപ്പൊ ഖുർആൻ ജിന്നുകൾ കേട്ട് ഇസ്ലാം സ്വീകരിച്ച ജിന്ന് പള്ളി നമ്മൾ വേറെ കുറെ ഒന്ന് ഏർവാടിയിൽ സ്ഥലമുണ്ട്. അവിടെ ഏതാണ് ആ സ്ഥലം? ഏർവാടി ആണ്. ഏർവാടിയിൽ എവിടെ ഒരു ജിന്ന് പള്ളി ഉണ്ട്. ഫുള്ള് കരിങ്കല്ലാണ്. കരിങ്കല്ല് കൊണ്ട് മനോഹരമായ വാസ്തുശില്പങ്ങളാൽ തീർത്ത ഒരു മനോഹരമായ പള്ളിയുണ്ട്. അതൊരൊറ്റ കരിങ്കല്ലിൽ നിന്ന് ജിന്നുകളാണ് അതിന്റെ പണി കഴിപ്പിച്ചത്. ആ ജിന്നുകളോട് പണി കഴിപ്പിച്ച മഹാന്റെ പേരെന്താണ്? സദഖത്തുല്ലാഹിൽ കാഹിനി എന്നാണ്. അദ്ദേഹം ദർസ് നടത്തും. അതിന് സാധാരണ മുത്തല്ലിമീങ്ങൾ നാട്ടിൽ എല്ലാവരും ആ കൂട്ടത്തിൽ ജിന്നുകളും വന്ന് ക്ലാസ്സുകൾക്കും ആ കൂട്ടത്തിൽ ഒരിക്കൽ ഒരു പ്രത്യേക മനുഷ്യൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു ക്ലാസ് കഴിഞ്ഞപ്പോൾ അങ്ങനടുത്ത് വന്നിട്ട് ആ ഇരിഞ്ഞ ആളാരാണ്? അത് മീകായിൽ അലൈഹിസ്സലാമാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിനി ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിച്ച് പള്ളി ഉണ്ടാക്കുമ്പോൾ ആ പള്ളി നിർമ്മാണം പൂർത്തിയാക്കി അതിനെന്ത് പേര് നൽകണം എന്ന് തീരുമാനിച്ചപ്പോൾ സദഖത്തുല്ലാഹിൽ കാഹിനി തങ്ങളുടെ ദർസിൽ വന്ന് ക്ലാസ് കേട്ട് പോയ മലക്ക് മീകായിൽ അലൈഹിസ്സലാമിന്റെ പേര്. ഇന്ന് ആ പള്ളി അറിയപ്പെടുന്നത് എന്താണ്? മസ്ജിദു മീകായിൽ. മറ്റൊരു പള്ളി നമുക്ക് കാണാൻ പറ്റും. എവിടെ പോയാൽ കാണാൻ പറ്റും? അജ്മീറിൽ പോയാൽ കാണാൻ സാധിക്കും. ജോബ്ര എന്ന് പറയുന്ന ഒരു അമ്പലപ്പള്ളി. പുറത്തൊക്കെ ഖുർആനായത്തുകൾ, ഉള്ളിൽ ഫുള്ള് ദൈവങ്ങൾ. ഇത് ഉള്ളിൽ ഫുള്ള് ദൈവങ്ങൾ, പുറത്ത് ഫ്രണ്ടേജിൽ ഖുർആനായത് എഴുതി വെക്കപ്പെട്ട ഒരു പള്ളി. 2.5 ദിവസം കൊണ്ടാണ് ആ പള്ളി കഴിക്കുന്നത്. എത്ര ദിവസം കൊണ്ട്? അപ്പൊ അജ്മീറിൽ പോയി കാണണം. 2.5 ദിവസത്തിന്റെ പള്ളി എന്ന് പറയുന്ന ജോബ്ര പള്ളി എവിടെയാണുള്ളത്? അത് ജിന്ന് പള്ളിയാണ്. 2000-ലധികം കൊല്ലം പഴക്കമുണ്ട് ആ പള്ളി. അതിന്റെ ഫ്രണ്ടേജ് മുഴുവൻ ഖുർആനായത്തുകളാണ്. ഉള്ളിൽ ശില്പങ്ങളും ദൈവങ്ങളുമാണ്. കേന്ദ്ര ആർക്കിയോളജിക് വിഭാഗത്തിന്റെ കയ്യിലാണ് അതുള്ളത്. അജ്മീറിലെ പള്ളി ഇതുവരെ RSSകാർ അവകാശവാദം ഉന്നയിച്ചിരുന്നില്ല. ഇപ്പോൾ അജ്മീർ ഷെരീഫും അവരുടേതാണെന്ന് വാദിക്കുന്നു. എന്നിട്ട് പോലും ഈ പള്ളിന്റെ പുറത്ത് ഖുർആനായത്താണെങ്കിൽ ഉള്ളിൽ ദൈവങ്ങളും എന്നിട്ട് പോലും ആ പള്ളിയെ അവർ അവകാശവാദം